ഫ്രണ്ട് റോഡുണ്ടല്ലോ. ഇതിനകത്ത് കിഷ്ടിനെ പറ്റി പറയണമല്ലോ. 10 വയസ്സായി കൊള്ളാത്ത ഒരു കിഷ്ടാന്ന് വേണം പറയാം കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ അഡ്വഞ്ചർ 390 കേട്ടോ. പുതിയതെന്ന് പറയുമ്പം നേരത്തെ ഉള്ളതിന് അഡ്വഞ്ചർ 390 കേട്ടോ. ഒരു സെഗ്മെൻറ്റ് നോക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു സെഗ്മെൻറ്റ് കേട്ടോ ഇത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു 400cc ഇപ്പം നമുക്ക് നോക്കുന്ന ടൈമിലാണെങ്കിൽ നമുക്കിപ്പം മെയിനായിട്ടുള്ള ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയൻ തന്നെയാണ്. നേരത്തെ ഹിമാലയൻ ഇതിനൊരു കോമ്പറ്റീറ്ററേ അല്ലായിരുന്നു, പക്ഷേ ഇപ്പം ഹിമാലയൻ ഇതിന് നല്ലൊരു കോമ്പറ്റീറ്റർ കേട്ടോ. നമ്മുടെ ഹിമാലയൻ്റെ പുതിയ ഷെർപ്പ എഞ്ചിൻ വെച്ച് വരുന്ന ഹിമാലയ ഇല്ലേ, അത് ഇറങ്ങിയിടം തൊട്ട് ഇത് അത്യാവശ്യം നല്ലൊരു കോമ്പറ്റേറ്ററാണ് നമ്മുടെ ഹിമാലയന്. നമുക്ക് ഹിമാലയൻ്റെ കാര്യങ്ങൾ കുറച്ചങ്ങോട്ട് മാറ്റി നിർത്താം. നമുക്ക് ഇതിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ പോവാം. ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല, ഇതൊരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനായിട്ട് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. നമുക്ക് ഫസ്റ്റ് ലുക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് ലുക്സ് നോക്കുന്ന ടൈമിൽ കണ്ടില്ലേ, നമ്മൾ ഡ്യൂക്കിലും ഒക്കെ കണ്ടു വന്നേക്കുന്ന പോലത്തെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആട്ടോ വന്നേക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഇതിന് പിന്നെ ഒരു കവളും കാര്യങ്ങളൊക്കെ കൊടുത്തേപ്പോണ്ട് ഇവിടെ ആയിട്ട് കണ്ടില്ലേ. ഇത് അത്യാവശ്യം ഒരു വലിയൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ ഡ്യൂക്കി കണ്ടു വന്നേക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ DRL വന്നേപ്പോണ്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ ആണെങ്കിൽ ഒരു DRL വന്നപ്പോൾ ഉണ്ട്. 6 pack ആയിട്ടുള്ള ഒരു LED യൂണിറ്റ്സ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഇതിനകത്ത് അഡ്വഞ്ചർ ബൈക്ക് ഇതിനകത്ത് ബീക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ നോക്കുന്ന ടൈമിൽ കണ്ടില്ലേ, ചെറിയൊരു വൈസറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൈസർ കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് വീൽസ് നോക്കുന്ന ടൈമിൽ 19 ഇഞ്ച് വീൽസ് കേട്ടോ വന്നേക്കുന്നത്. നമ്മൾ ഓഫ് റോഡ് ബൈക്സിലൊക്കെ കണ്ടു വന്നേക്കുന്ന പോലെയുള്ള 21 ഇഞ്ച് വീൽസ് ഒന്നും വന്നേപ്പോൾ ഇല്ല. സ്പോക്ക് വീൽസും അല്ല, ഇത് അലോയ് സെറ്റപ്പ് വന്നേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീൽ സൈസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ടയർ സൈസ് നോക്കുന്ന ടൈമിൽ 100/90/19 സെക്ഷൻ ടയേഴ്സ് കേട്ടോ ഫ്രണ്ട് വന്നേക്കുന്നത്. അലോയ്സ് വന്നേക്കുന്നത്, സ്പോക്ക് വീൽസ് വരുന്നില്ല. പിന്നെ നമ്മൾ ഫ്രണ്ട് ഡിസ്ക് നോക്കുന്ന ടൈമിൽ 320mm ഡിസ്ക് ആട്ടോ വന്നേക്കുന്നത്. പിന്നെ 4 piston കാലിപ്പേഴ്സും ഇതിനകത്ത് വന്നേക്കുന്നത്. ബ്രേക്സിൻ്റെ ഭാഗത്ത് ഒരു സീനും ഇല്ല, ബ്രേക്സൊക്കെ കിടിലോ കേട്ടോ. ഓഫ് കോഴ്സ് ഇതിനകത്ത് ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുന്ന ടൈമിൽ WPയുടെ അപ്പെക്സിൻ്റെ UST4 കേട്ടോ വന്നേക്കുന്നത്. 43mm ഇതിൻ്റെ ട്രാവൽ വന്നേക്കുന്നത്. അതിൻ്റെ ഭാഗത്തൊന്നും കുഴപ്പമില്ല. സസ്പെൻഷൻ്റെ ഫീല് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഓടിക്കുന്ന ടൈമിൽ പറയാം കേട്ടോ. പിന്നെ നമ്മൾ സൈഡിലേക്ക് നോക്കുന്ന ടൈമിൽ കാണുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് നല്ലൊരു ക്രാഷ് ഗാർഡും ഇതിനകത്ത് വന്നപ്പോൾ ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നൈസായിട്ടുണ്ട്, നല്ലൊരു ക്രാഷ് ഗാർഡ് സെറ്റപ്പ് ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ബിഗ് ബൈക്ക് ഫീൽ ഇതിനകത്ത് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും ആ ബിഗ് ബൈക്ക് ഫീൽ നമുക്ക് തോന്നുന്നത്. കണ്ടില്ലേ, ഇവിടെ ആണെങ്കിൽ KTM എന്ന് എഴുതിയപ്പോൾ ഉണ്ട്, ഇവിടെ 390 എന്ന് എഴുതിയപ്പോൾ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അത്യാവശ്യം നൈസായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നോക്കുന്ന ടൈമിൽ നമ്മൾ ടെലീസ് ഫ്രെയിം കാണാൻ പറ്റും. ഇത് അത്യാവശ്യം ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു ടെലീസ് ഫ്രെയിം ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ ഇത്ര ഒരു കവേർഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇവിടെ ആണെങ്കിൽ അഡ്വഞ്ചർ എന്ന് എഴുതിയപ്പോൾ ഉണ്ട്. വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഈ സംഭവം ഇഷ്ടപ്പെട്ടില്ല. ഇത് ഇളക്കി കളയുന്ന ഒന്നോർത്താൽ നല്ലത് കേട്ടോ. എന്നിട്ട് ഈ ടെലീസ് ഫ്രെയിം കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആയിട്ട് വെക്കുന്ന കുറച്ചുകൂടെ നല്ലത്. ഫുഡ് പെക്സ് നോക്കുന്ന ടൈമിൽ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫുഡ് പെക്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഓഫ് റോഡ് പോകുമ്പോൾ സ്പൈക്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനെ ഒരു സെറ്റപ്പ് ഇതിനകത്തുണ്ട്. സീറ്റൊക്കെ നോക്കുന്ന ടൈമിൽ സീറ്റ് കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ സീറ്റ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ സീറ്റിൽ തന്നെ വേണമെങ്കിൽ 2 പേർക്ക് ഇരിക്കാം കേട്ടോ. അങ്ങനെ ആരും ഇരിക്കല്ലേ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ടാങ്കിന് ഇവിടുന്ന് നമ്മുടെ സീറ്റ് തുടങ്ങുന്നത്. നമ്മളിപ്പോൾ ഓഫ് റോഡൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇവിടെ ആയിരിക്കും ഒന്നുകിൽ ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ നിന്നിട്ട് ഇവിടെ ആയിരിക്കും നമ്മുടെ തൈസ് ലോക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു ഹൈവേയിലൊക്കെ പോകുന്ന ടൈമിൽ കുറച്ചോട്ടായിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ പില്ലിയേണ്ട സീറ്റ് നോക്കിയാലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് കേട്ടോ. സീറ്റ് അത്യാവശ്യം നല്ല കുഷ്യൻഡ് ആയിട്ടുള്ള സീറ്റ് കേട്ടോ. ഹിമാലയൻ്റെ അത്രയും ഒരു കുഷ്യനിങ് നമുക്കിത് ഫീൽ ചെയ്യത്തില്ല, എന്നാൽ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് കേട്ടോ. ഗ്രാബ് റെയിൽ നോക്കുന്ന ടൈമിൽ വലിയൊരു ഗ്രാബ് റെയിൽസ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഇവിടെ 390 അഡ്വഞ്ചർ എന്ന് എഴുതിയപ്പോൾ ഉണ്ട്, കണ്ടില്ലേ. ഇവിടെ അത്യാവശ്യം പില്ലിയൺ ആയാലും നല്ലോണം കിടിലായിട്ട് പിടിച്ചിരിക്കാനൊക്കെ പറ്റും കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ലോണം പുള്ളി ചെയ്യുന്നൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ 390യുടെ പവർ ഔട്ട്പുട്ട് എങ്ങനെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിക്ക് പിടിച്ചിരിക്കാനും പറ്റും. ബാഗ്സൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് കിടിലായിട്ട് ടൈ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഇന്ത്യൻ വേരിയൻറ്റ് കാണുന്ന ചെറിയ സാരി ഗാർഡ് സെറ്റപ്പും വന്നപ്പോൾ ഉണ്ട്. ടെയിൽ ഞാൻ കാണിച്ചു തരാം. ടെയിൽ കണ്ടില്ലേ, ബാക്കിലത്തെ ടെയിൽ ലൈറ്റ് കണ്ടില്ലേ, കിടിലുമായിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ ഡ്യൂക്കിലൊക്കെ കണ്ടു വന്നേക്കുന്ന ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളുമാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് വരുന്ന ടൈമിലാണെങ്കിൽ മെക്സിലറിൻ്റെ ടയേഴ്സ് ആട്ടോ ബാക്കി വന്നേക്കുന്നത്. നമ്മുടെ ബാക്കിലത്തെ ടയർ സെക്ഷൻ വന്നേക്കുന്നതെന്ന് വെച്ചാൽ
130/80 R17 ടയേഴ്സാട്ടോ വന്നേക്കുന്നത്, റേറ്റഡ് ടയേഴ്സാട്ടോ വന്നേക്കുന്നത്. അത്യാവശ്യം കിടിലോ. ബാക്ക് നോക്കുന്ന ടൈമിൽ 10 സ്റ്റേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോണോഷോക്ക് നമുക്ക് കാണാം കേട്ടോ. ബാക്കിലത്തെ സസ്പെൻഷൻ നോക്കിയാലും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ കേട്ടോ. 373cc ലിക്വിഡ് കൂൾഡ് എഞ്ചിന് നമുക്കിവിടെ കാണാം കേട്ടോ. ഇനി നമുക്ക് വണ്ടി കയറി ഇരുന്നിട്ട് സംസാരിക്കാം. ഫസ്റ്റ് നമുക്ക് ഹാൻഡിൽ ബാർ നോക്കാം. ഹാൻഡിൽ ബാറിന് എന്തൊക്കെ വരുന്നത് നോക്കാം. ഈ ടിപ്പിക്കൽ KTM കണ്ടുവരുന്ന പോലെ ആണെങ്കിൽ ഒരു കിൽ സ്വിച്ച് വന്നപ്പോൾ ഉണ്ട്, ഇവിടെ ഇഗ്നിഷൻ വന്നപ്പോൾ ഉണ്ട്, ഇവിടെ ആണെങ്കിൽ ഈ ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങൾ നാവിഗേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളായിട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെ വന്നേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സെറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞ് ഇതിനകത്ത് റൈഡ് മോഡ്സ് വരുന്നുണ്ട്, സ്ട്രീറ്റ് ഓഫ് റോഡ്, അങ്ങനെ 2 റൈഡ് മോഡ്സ് വരുന്നത്. പിന്നെ ട്രിപ്പ് ഡേറ്റാസ്, പിന്നെ മൈ റൈഡ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. മോട്ടോർ സൈക്കിളിനകത്ത് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ABS ഓൺ ചെയ്യുക ഓഫ് ചെയ്യാം, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ചെയ്യുക ഓഫ് ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാട്ടോ വന്നേക്കുന്നത്. പിന്നെ സെറ്റിങ്സിനകത്ത് നോക്കുന്ന ടൈമിൽ നമുക്ക് ഷിഫ്റ്റർ ഓൺ ഓഫും ചെയ്യാം, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വന്നപ്പോൾ ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം, ഡിസ്പ്ലേയുടെ തീം മാറ്റാം, ഷിഫ്റ്റ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും, RPM ലൈറ്റ് ഇല്ലേ അത് തന്നെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് ബാക്കി ഇതിങ്ങനെ കാണിക്കുന്നില്ല. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല, എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് 12 വോൾട്ടിൻ്റെ ഒരു പവർ ഔട്ട്പുട്ടും കൊടുത്തപ്പോൾ ഉണ്ട് കേട്ടോ. ചാർജിങ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കാറിലൊക്കെ കാണുന്നില്ലേ, അതേ സെയിം സംഭവം തന്നെ ഇതിനും കൊടുത്തപ്പോൾ ഉണ്ട്. സീറ്റ് ഹൈറ്റ് വരുന്നതെന്ന് വെച്ചാൽ 855 ഇഞ്ച് സീറ്റ് ഹൈറ്റ് വരുന്നത്. എനിക്കാണെങ്കിൽ 2 സൈഡും ജസ്റ്റ് തൊടാനേ പറ്റുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഒരു വിഷയമില്ല. വണ്ടി എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് കേട്ടോ. 168 കിലോയെ വരുന്നുള്ളൂ വണ്ടി. വണ്ടി ഭയങ്കര നിമ്പിളാണ് കേട്ടോ. വണ്ടി എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുത്തുകൊണ്ട് പോകാം. വണ്ടി സത്യം പറയാമല്ലോ ഗൈസ്, ഞാൻ ഫസ്റ്റ് ഈ വണ്ടി കണ്ട് ഓടിക്കാൻ നേരത്താണെങ്കിൽ എനിക്കാണെങ്കിൽ തോന്നിയൊരു ഫീൽ എന്നൊക്കെ വെച്ചാലേ വണ്ടി ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ വണ്ടി പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ടേസ്റ്റിലേക്ക് വരും കേട്ടോ. ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം കേട്ടോ. വണ്ടിയുടെ ഒരു സീറ്റ് ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് 855 mm കേട്ടോ. അത്യാവശ്യം നല്ല സീറ്റ് ഹൈറ്റുള്ളൊരു വണ്ടിയാണ്. പക്ഷേ വണ്ടി ഓടി തുടങ്ങി കഴിഞ്ഞാൽ നോ ഇഷ്യൂ, ഒരു സീനും ഇല്ല കേട്ടോ. നമുക്കൊന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. നമ്മൾ കയറുന്നതൊക്കെ ഇങ്ങനെ കേട്ടോ, സാറിന് അഡ്വഞ്ചർ ബൈക്സിക്ക് കയറുന്ന പോലെ തന്നെ. വണ്ടി ഭയങ്കര ലൈറ്റ് കേട്ടോ. 855 mm സീറ്റ് ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ വണ്ടി കണ്ടില്ലേ, ഭയങ്കര ലൈറ്റായിട്ടുള്ള വണ്ടിയാണ്, ഒരു സീനും ഇല്ല. വണ്ടിയുടെ ഒരു ഫീൽ എന്നൊക്കെ പറയുന്നത് വണ്ടി അത്യാവശ്യം നല്ല അപ്രൈറ്റ് ആയിട്ടിരുന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. വണ്ടി അത്യാവശ്യം നല്ലോണം തന്നെ പുള്ളി ചെയ്യുന്നുണ്ട്, ഭയങ്കര എനർജറ്റിക് കേട്ടോ. നമുക്ക് യു ടേൺ എടുക്കാനാണെങ്കിൽ നോ ഇഷ്യൂ കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് യു ടേൺ ഒക്കെ എടുക്കാം. പൊളിച്ചു നോക്കാം. വണ്ടി ചുമ്മാ പൊട്ടുപോലെ കേട്ടോ കയറുന്നത്. വണ്ടി സിമ്പിളായിട്ടാണ് വണ്ടി കയറി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ റൈഡിങ് പോസ്റ്റർ അങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ നോർമൽ റൈഡിങ് സ്റ്റാൻസ്. എനിക്ക് ഫ്രണ്ടിലോട്ട് ലീനോ ഒന്നുമില്ല. ഞാൻ വേണ്ട ചുമ്മാ കംഫർട്ടബിളായിട്ട് കേട്ടോ ഇരിക്കുന്നത്. എൻ്റെ കൈയുടെ ഇവിടെ ആണെങ്കിൽ ചെറിയൊരു ബെഞ്ച് പോലെ ഉണ്ടോ, അത്രയ്ക്ക് കംഫർട്ടബിളായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറി ഇരിക്കാൻ പറ്റും. ഒരു മോട്ടോക്രോസ് ബൈക്കിലൊക്കെ ഇരിക്കത്തില്ല, അതേപോലെ വേണമെങ്കിൽ നമുക്കിരിക്കാം. ക്യാമറ ഓണല്ലേ, ജസ്റ്റ് ക്യാമറ ഓണ്. നമുക്കിനി ക്ലച്ച് ഫീലിനെ പറ്റി പറയാം. ക്ലച്ച് ഫീൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലച്ചാണ് കേട്ടോ. എന്നുവെച്ചാൽ അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ളൊരു ക്ലച്ചാണ്. ഇതിനകത്ത് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്, ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് വലിയ ഇതെടുക്കത്തില്ല, വലിയ ടൈറ്റായിട്ടുള്ള ക്ലച്ച് ഫീലോ അങ്ങനെയുള്ള ഇതൊന്നും ഷിഫ്റ്റിങ്ങോ ഒന്നും നമുക്ക് തോന്നത്തില്ല. ഇതിനകത്ത് ക്വിക്ക് ഷിഫ്റ്ററിനെ പറ്റി പറയണമല്ലോ, 10 വയസ്സായി കൊള്ളാത്ത ഒരു ക്വിക്ക് ഷിഫ്റ്റർ ആണെന്നാണ് പറയാം കേട്ടോ. ക്വിക്ക് ഷിഫ്റ്റർ ഒരു വെറും ഷോക്കാണ്. RCയിലൊക്കെ കണ്ട അതേപോലത്തെ ഒരു ക്വിക്ക് ഷിഫ്റ്റർ ഒന്നും അല്ല ഇതിനകത്ത് വെറൊരു ഷോയും ക്വിക്ക് ഷിഫ്റ്ററായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഒരു എന്താ പറയുന്നത്, ഒരു ആ ഗിയർ വീരാനൊക്കെ ഒരു പാടുപോലെ. എന്തിനാ ഇങ്ങനെ ക്ലച്ച് ഓടിക്കാതെ ഇടുന്ന അങ്ങനൊരു ചോദ്യം ചോദിക്കുന്ന പോലെ കേട്ടോ എനിക്ക് തോന്നുന്നത് ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ഭാഗത്ത്. പിന്നെ ഇതിനകത്ത് ഓട്ടോ ബ്ലിപ്പറും വരുന്നുണ്ട്. ഓട്ടോ ബ്ലിപ്പർ വലിയ കുഴപ്പമില്ല, വലിയ സീനില്ലാത്ത ഒരിതാണ് ഓട്ടോ ബ്ലിപ്പറിൻ്റെ കാര്യത്തിൽ. ഗിയർ ബോക്സ് നോക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ല പ്രിസൈസ് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ആ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നമില്ല. ഇതേപോലെയൊക്കെ നമ്മൾ വണ്ടിയുടെ പുറയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചുമ്മാ ഒന്ന് കൈ കൊടുത്താൽ മതി, ചുമ്മാ ഒന്ന് ആക്സിലറേറ്റ് ചെയ്യുക, വണ്ടി കയറി വരിക. അതാണ് വണ്ടിയുടെ ഒരു ഫീൽ എന്നൊക്കെ പറയുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ നോക്കുന്ന ടൈപ്പ് ഒരു വണ്ടി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എടുത്താൽ കൊള്ളാമെന്ന് തോന്നുന്നൊരു വണ്ടികൾ ഉള്ളൊരു വണ്ടി കേട്ടോ ഇത്. ബ്രേക്ക് ഫീൽ നോക്കുന്ന ടൈമിൽ ഇതിലും ബൈറ്റുള്ള ബ്രേക്കിങ് കേട്ടോ.
അറിയാത്തവരൊക്കെ പിടിക്കുകയാണെങ്കിൽ വിവരം അറിയുന്ന ടൈപ്പ് ഒരു ബ്രേക്കിംഗ് ആണെന്ന് വേണേൽ പറയാം കേട്ടോ. ഫ്രണ്ട് നോക്കിയാലും ബാക്ക് നോക്കിയാലും കിടിലം ബ്രേക്കിങ്ങാണ്. ഫ്രണ്ട് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ 320mm ഡിസ്ക് സൈസ് കേട്ടോ വന്നേക്കുന്നത്. പിന്നെ ആണെങ്കിൽ 4 piston കാലിപ്പേഴ്സ് വന്നേക്കുന്നത്. അതും റേഡിയലി മൗണ്ടഡ് ആണ്. വണ്ടിയുടെ ബ്രേക്കിംഗ് ഫ്രണ്ട് ബ്രേക്കിംഗ് ബൈറ്റ് എന്നൊക്കെ വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ബൈറ്റ് കേട്ടോ. പിന്നെ ബാക്ക് നോക്കിയാലും കുഴപ്പമില്ലാത്ത നല്ല കിടിലം ബ്രേക്കിംഗ് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവം എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ വണ്ടി എടുത്ത സമയത്താണെങ്കിൽ ഓഫ് റോഡ് മോഡിൽ ഇട്ടിട്ടാണ് എടുത്തത്. അവിടെ വെച്ചിട്ട് ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ട് ഓണാക്കി. അപ്പം വണ്ടി പിന്നെ റോഡ് മോഡിലോട്ട് തന്നെ വന്ന്. അതെന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല. അത് ഓഫ് റോഡൊക്കെ പോകുന്ന ടൈമിൽ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ. ഇപ്പം റോഡുണ്ടല്ലോ. ആ ഗൈസ് നമുക്ക് കണ്ടില്ലോ വണ്ടിയുടെ പവറിങ് എങ്ങനെയാണെന്ന് കണ്ടില്ലോ. വണ്ടി അത്യാവശ്യം വന്നേക്കുന്ന നല്ല ബ്രേക്കിംഗ് സെറ്റപ്പാണ് കേട്ടോ. വണ്ടിയുടെ വൈബ്രേഷനെ പറ്റി പറയുന്ന ടൈമിൽ വലിയ വൈബ്രേഷൻ ഒന്നുമില്ല, എന്നാലും വണ്ടി ചെറിയ രീതിക്ക് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ലോവർ ഗിയേഴ്സിലൊക്കെ പോകുന്ന ടൈമിൽ വണ്ടി അത്യാവശ്യം നല്ലോണം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് മെയിനായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഫുഡ് പേക്കിൽ ടാങ്കിൻ്റെ അവിടെ, എനിക്ക് ടാങ്കിൻ്റെ അവിടെ അധികം തോന്നുന്നില്ല, എന്നാലും മെയിനായിട്ട് തോന്നുന്നത് ഫുഡ് പേക്കിലും സീറ്റിൻ്റെ അവിടെ കേട്ടോ. പിന്നെ ഹാൻഡിൽ ബാർസിലും ഇവിടെ ഇത്രയും അടുത്താണ് നമുക്ക് ശരിക്ക് വൈബ്രേഷൻ തോന്നുന്നത്. വണ്ടി വേണ്ട നല്ല ലൈറ്റ് കേട്ടോ. വണ്ടി എങ്ങനെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോവാം. നല്ലോണം ഫ്ലിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോടെ നിൽക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബായ്.